ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ വട്ടിയൂർക്കാവ് അടുത്ത് കാച്ചാണി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് പലതവണ നമ്മൾ വീഡിയോസ് ചെയ്തു പോയിട്ടുള്ള ആ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഒന്ന് പറഞ്ഞിരുന്നതാണെങ്കിൽ ഒന്നുകൂടെ അത് പറയുന്നത്, ഈ വിധത്തിൽ ഒരു സ്ക്വയറും അല്ല, ഒരു 3 സൈഡ് ട്രയാങ്കിളും അല്ല, ഒരു ഹെക്സഗണൽ ഷേപ്പിൽ ആണ് ശരിക്കും ആ പ്ലോട്ട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഈ പറയുന്ന ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഒരു സെല്ലാറായിട്ടാണ്. അതൊരു അടുത്ത ചലഞ്ചായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്, സെല്ലാറായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അതുകൂടാതെ ഫ്രണ്ടിൽ മെറ്റീരിയൽ ഇറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഈ പ്ലോട്ടിന് ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രശ്നമായിരുന്നു. കൂടാതെ അടുത്തൊരു ചലഞ്ച്, ഫ്രണ്ടിലും റൈറ്റ് സൈഡിലും 2 സൈഡിലും റോഡ് വരുമ്പം അവിടുത്തെ സെറ്റ് ബാക്ക് ഇഷ്യൂസും, റോഡ് പാസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കൺസ്ട്രക്ഷൻ നടക്കണം, ഇങ്ങനെയുള്ള ചലഞ്ചസ് എല്ലാമായിട്ട് ആ പ്ലോട്ടിലേക്ക് ഇറങ്ങാനായിട്ട്, സെല്ലറായിട്ട് നിൽക്കുന്ന പ്ലോട്ടിലേക്ക് ഇറങ്ങാൻ, കാരണം ഈ പറയുന്ന ഒരു 6 സെൻറ്റ് പ്ലോട്ട്, അത് പ്ലോട്ട് മാത്രം കുഴി പോലെ നിൽക്കുന്നു, ഒരു വാഹനം ഇറങ്ങാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. ഇതായിരുന്നു സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ, ചലഞ്ചായിരുന്നു മൊത്തത്തിൽ. ഇതിലേക്ക് തന്നെ വരണം നമ്മൾ സെപ്റ്റി ടാങ്ക്, അതുപോലെ സോപ്പ് പിറ്റുകൾ, സെല്ലാർ ഫ്ലോറ്. ക്ലയൻറ്റ് വളരെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലയൻറ്റുമാണ്. എനിവേ, ഫൈനലി നമ്മൾ ഈ ചലഞ്ചസ് എല്ലാം തന്നെ ഈ പ്രോജക്റ്റിൻ്റെ മെറിറ്റായിട്ട് മാറുമായിരുന്നു ഇവൻച്വലി അതിൻ്റെ പ്ലാനും എലിവേഷനും തീർത്തു വന്നപ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തീരുമാനിച്ചത് മെറ്റീരിയൽ ഇറക്കാനായിട്ടൊരു പ്രൊവിഷൻ വേണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ റിട്ടേണിംഗ് വാൾ ചെയ്ത്, ആ റിട്ടേണിംഗ് വാളിനകത്ത് എർത്ത് ഫില്ല് ചെയ്ത് റോഡ് ലെവലിൽ നിർത്തിക്കൊണ്ട് മെറ്റീരിയൽ ഇറക്കാനുള്ള ഒരു പ്രൊവിഷൻ അറേഞ്ച് ചെയ്ത്, പിന്നെ അതിനുശേഷമാണ് സെറ്റ് ഔട്ട് ചെയ്ത് സെല്ലാറിൽ ഹിറ്റാച്ചി ഇറക്കിയത്. ഹിറ്റാച്ചി ഇറക്കുന്നത് തന്നെ വളരെ സ്കിൽഡായിട്ടുള്ള 1-2 പേര് വന്ന് നോക്കി ഇറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പോയി. പിന്നെ വേറെ ആളെ നമ്മൾ നോക്കി, അങ്ങനെ ഹിറ്റാച്ചി ഇറക്കാൻ പോലും ചലഞ്ചസ് ആയിരുന്ന ഒരു സൈറ്റാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കപ്പെട്ട് ഈ ഒരു സ്റ്റേജ് വരെ അതിൻ്റെ ചലഞ്ചസ് ഏരിയ എല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്ററിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ 3D ഈ പറയുന്ന പോലെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ ഡിഫറെൻ്റാണ്, യുണീക്കായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കില്ല യുണീക്ക്നെസ്. അപ്പം ലെവലായിട്ട് ഈ പറയുന്ന സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ പ്രോജക്റ്റിനകത്ത് കുറേയൊക്കെ ഒരു ടിപ്പിക്കാലിറ്റി ഷാഡോ അടിക്കും. പക്ഷേ ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് വരുമ്പോൾ ചില ട്രപ്പിസോഡൽ ഷേപ്പുകളും ചില ആംഗുലർ കോർണേഴ്സും ക്യാൻഡിലിവർ പോർഷൻസും ഒക്കെ ഇത് ബൈ ഡിഫോൾട്ട് കയറി വന്നു. അങ്ങനെ ഈ പ്രോജക്റ്റ് വളരെ മനോഹരമായി കിട്ടി. ഇനി ഇതിൻ്റെ കംപ്ലീഷൻ വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും ഈ പ്രോജക്റ്റിൻ്റെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.